നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ കലാഭവൻ കേരളത്തിന് സമ്മാനിച്ച, ഇന്ത്യക്ക് സമ്മാനിച്ച അതുല്യനായ പത്മശ്രീ ജയറാം ഇവിടെ എത്തിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മിമിക്രി സിനിമാ താരം ശ്രീ രമേശ് പിഷാരടിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുവാൻ വൈകുന്നില്ല. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം.ടി. രാജേഷ് അവർ, ഈ ചടങ്ങ് അത്തപതാക ഉയർത്തിയ ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ ടി. രാജീവ് അവർ, ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ കെ ബാബു അവർ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട MLA ശ്രീ അനൂപ് ജേക്കബ് അവർ, നമ്മുടെ ഇതൊരു മത സൗഹാർദ്ദത്തിൻ്റെ കൂടി ചടങ്ങായിട്ടാണ് നാം സംഘടിപ്പിക്കുന്നത്. അതിലേക്കായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, ഒപ്പം തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചില പരിചിതനായ ബഹുമാനപ്പെട്ട MLA ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത ഇല്ല. മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒത്തുചേരലിന് ഒരു അവസരം കൂടിയാണ് അത്താഘോഷം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ തനത് കലാരൂപങ്ങളുടെ ഒരു സമ്മേളനമാണ് അത്തം ഘോഷയാത്ര. മുൻകാലങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം രാജകീയ ഉത്സവമായിരുന്നു. ആനന്ദ നിർവൃത്തിയിൽ ആറാടിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഓരോ തൃപ്പൂണിത്തുറക്കാരൻ്റെയും സ്വകാര്യ അഭിമാനമാണ് അത്താഘോഷയാത്ര. ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന ഓർമ്മപ്പെടുത്തലായി അനേകം കലാരൂപങ്ങളുടെയും നിറച്ചാർത്തുകളുടെയും സമന്വയമായ ഓരോ അത്താഘോഷങ്ങളും വേറിട്ട ഓർമ്മകളായി ഓരോ മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കും. ഇന്ന് നടന്നുവരുന്ന അത്തം ഘോഷയാത്ര പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കൂട്ടായ്മകൾക്ക് പുതുജീവൻ പകരുന്നുണ്ട്. മാനവികതയുടെ മഹത്തായ മൂല്യം കൈവിടാതെ മതഭേദങ്ങൾ മറന്ന് ആയിരങ്ങളാണ് അത്തഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ സ്വന്തം പത്മശ്രീ ജയറാമാണ്. ഇവിടെ ജയറാം വേദിയിലിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിലൂടെ അദ്ദേഹം ജീവസ്വത്തരാക്കി മാറ്റിയ നിരവധി കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ മിന്നിപ്പറയുന്നത്. സിനിമകളിലൂടെ ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വിവിധ വേഷപ്പകർച്ചകൾ നടത്തിയും മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ശ്രീ പത്മശ്രീ ജയറാം അവരുടെ ഈ അത്താഘോഷ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അവരുടെ മറ്റൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. നമുക്ക് എന്നും സന്തോഷം പകർന്നു വരുന്ന നിരവധിയായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ പിഷാരടി, അദ്ദേഹം നമ്മുടെ തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടിയും ഈ അത്താഘോഷ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള തൃപ്പൂണിത്തുറ, മത സൗഹാർദ്ദത നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന നന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ഓണം
ആഘോഷിക്കാൻ ലോകം മുഴുവനുള്ള മലയാളികൾ തയ്യാറെടുക്കുകയാണ്. ആ അത്താഘോഷത്തിൻ്റെ ഒരുമയുടെ ആഘോഷമായ കൊയ്ത്തുത്സവത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാ നന്മകളുടെയും ആഘോഷമായ ഓണത്തെ വരവേൽക്കുന്നതിൻ്റെ തുടക്കം കുറിക്കുന്ന അത്താഘോഷത്തിൻ്റെ വിളംബരം ഇവിടെ പതിവ് പോലെ നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഉത്സവങ്ങളുടെയും കലകളുടെയും കേന്ദ്രമായ തൃപ്പൂണിത്തുറയുടെ സ്വകാര്യ അഹങ്കാരമായ ഈ അത്താഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇത് സംഘടിപ്പിച്ച ചെയർമാനെയും അതുപോലെ മറ്റെല്ലാ സംഘാടകരെയും കൗൺസിലർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും അനുമോദിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഉച്ചനീചത്വങ്ങൾ വളരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും തൃപ്പൂണിത്തുറയിലും മലയാളക്കരയിലും ഓണം വ്യത്യസ്തമായ ഒരനുഭവമായിട്ടാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും ജന്മിയും കുടിയാനും എല്ലാവരും കുട്ടികളും മുതിർന്നവരെല്ലാം സമഭാവനയോടെ ജീവിച്ചൊരു കാലഘട്ടമാണ് ഓണം എന്ന് പറയുന്നത്. കൊച്ചി ഇവിടെ സൂചിപ്പിച്ച പോലെ കൊച്ചി രാജാവിൻ്റെ കാലത്ത് അത്താഘോഷം ഉണ്ടായിരുന്നു. ആ അത്താഘോഷം അവർ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് നടത്തിയിരുന്നത്. ഓണത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ഉത്സവം മാത്രമല്ല, ഇത് സഹവർത്തിത്വത്തിൻ്റെയും സമഭാവനയുടെയും ഉത്സവമാണ്. ഈ പുതിയ കാലഘട്ടം ആഗ്രഹിക്കുന്നതാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാം തലമുറകളായി കൈമാറി വരുന്ന ഓണാഘോഷ പരിപാടിയുടെ ഏറ്റവും വലിയ സന്ദേശം ഒരുമയാണ്. ആ ഒരുമയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ നന്മകളും എല്ലാ നന്മകളും നമുക്ക് വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൽ ഒന്നിച്ച് മുന്നേറാം.